കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുതെന്നടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ഉടമകളും തൊഴിലാളികളും പ്രക്ഷോഭത്തിലേക്ക്. ആദ്യപടിയായി തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി സായാഹ്ന ധർണ നടത്തും. എന്നെ നെല്ലിക്കുന്ന് MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും. Gold and diamonds. Kerala and Karnataka, the glow of purity. വനിതാ വിശ്രമ കേന്ദ്രം കച്ചവട സ്ഥാപനമാക്കരുത്, ബസ് സ്റ്റാൻഡിലെ അനധികൃത കയ്യേറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമരസമിതി സായാഹ്ന ധർണ നടത്തും. തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ച കടമുറികളുടെ മുൻവശത്ത് സുരക്ഷാവേലി നിർമ്മിക്കുക, ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്ഥല സൗകര്യം ഏർപ്പെടുത്തുക, യാത്രക്കാർക്ക് ഉപകാരപ്രദമായിരുന്ന ഇൻഫർമേഷൻ സെന്റർ പുനഃസ്ഥാപിക്കുക, ലഗേജുകൾ സൂക്ഷിക്കുവാനുള്ള ക്ലോക്ക് റൂം പുനഃസ്ഥാപിക്കുക, ബസ് സ്റ്റാൻഡ് യാർഡിലെ കന്നുകാലികളെ ഒഴിവാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് ജനറൽ സെക്രട്ടറി CA മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ആ സ്റ്റാളുകളിൽ നിന്നും ആൾക്കാർ കച്ചവട സാധനങ്ങൾ വാങ്ങി ഡയറക്റ്റ് ബസ് യാർഡിലാണ് ഇറങ്ങി വരുന്നത്. യാർഡിലാണ് സ്റ്റാൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് വരെ ആ ഒരു സുരക്ഷാ വേലി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ അവിടെ സുരക്ഷാ വേലി നിർമ്മിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല. അതേപോലെ ടേക്ക് എ ബ്രേക്ക്, സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ടേക്ക് എ ബ്രേക്ക് നിയമനിർമ്മാണം നടത്തിയത്. പക്ഷേ എങ്കിലും അത് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം അത് കൂട്ടിക്കെട്ടിയിട്ട് ബസ് നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നീട്ടിക്കെട്ടിയത്. അത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മുനിസിപ്പാലിറ്റിക്ക് അത് ഇൻഫോർമേഷൻ സെൻ്റർ ഉണ്ട്. വരുന്ന യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും ബസ് എവിടെ പോന്ന് വിളിച്ചു പറയാൻ വേണ്ടി ഒരു ഇൻഫോർമേഷൻ സെൻ്റർ ഉണ്ട്. പക്ഷേ അത് കുറേ വർഷത്തോളം പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത് കച്ചവട സ്ഥാപനമായി മാറ്റിയിട്ടുണ്ട്. അത് പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരം മുനിസിപ്പാലിറ്റിക്കും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് പരാതി കൊടുത്തിരുന്നെങ്കിലും കഴിഞ്ഞ RTA ബോർഡിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ക്ലോക്ക് റൂം. പിന്നെ അതുപോലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് യാർഡ് മുനിസിപ്പാലിറ്റി പല നിർമ്മാണങ്ങൾ നടത്തി കുറച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയാണുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ യാർഡിൻ്റെ സ്ഥല സൗകര്യം കുറഞ്ഞു വരുന്നുണ്ട്. എന്നെ നെല്ലിക്കുന്ന് MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും. ബസ് തൊഴിലാളികളും തൊഴിലാളി യൂണിയൻ നേതാക്കളും ബസ് ഉടമകളും ധർണയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.